ദിവസം രാത്രിയാണ് ക്രോസിംഗ് സിംഹാസനം പുറത്തെടുക്കാറുള്ളത്. എന്നിട്ട് ആ സിംഹാസനത്തിൽ കയറിയിരുന്നാണ് സഭ വിളിച്ചു കൂട്ടാറുള്ളത്. എന്തായാലും 2 ദിവസം മുമ്പ് തന്നു. അപ്പോൾ സത്യം അറിയാൻ കഴിയും. എടാ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? അതുകൊണ്ട് കുറച്ച് മുന്നോട്ടേക്ക് പോ. ആ ശരി ബോസ്. ഞാൻ നോക്കുമ്പോ വെറുതെ ചൂണ്ടണിക്കാൻ മാത്രം പോരാ. എനിക്ക് കേൾവിക്ക് കുറവൊന്നുമില്ല. എന്നാൽ ഈ ക്രൂസിംഗ് രാജാവ് എന്തിനാണ് സിംഹാസനം അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അത് രാജസദസ്സിൽ വെച്ചാൽ പോരായിരുന്നോ? അത് വേറൊന്നുമല്ല. ഈ ക്രോസിംഗ് രാജാവ് വിക്രം രാജാവിന്റെ കയ്യിൽ മോഷ്ടിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പിന്നെ അതിനുവേണ്ടി വിക്രം രാജാവ് ആക്രമിച്ചു കഴിഞ്ഞാൽ ആ സിംഹാസനവും കൈവിട്ടു പോവില്ലേ? മനസ്സിലായോ? വിക്രം സിംഗ് രാജാവ് എന്തായാലും സിംഹാസനം ഇവിടെ നോക്കില്ലല്ലോ. വളരെ വളരെ നന്ദിയുണ്ടാകും. ഞങ്ങൾ എന്തായാലും ആൽമരത്തിന്റെ അടുത്ത് പോലും പോകില്ല. വരൂ കൂട്ടുകാരെ. എന്തായാലും നിങ്ങൾ സൂക്ഷിച്ചോളൂ കേട്ടോ. പിന്നെന്താ, നിങ്ങളും അത് ശരിക്കും സൂക്ഷിക്കാൻ തന്നെയല്ലേ വന്നത്. എടാ കുഞ്ഞ, അവനെ വിട്ടേക്ക്. പാവം പോയിക്കോട്ടെ. ഓ, ഇതേതോ പ്രത്യേക തരത്തിലുള്ള ഗാഡ്ജറ്റ് ആണല്ലോ. നമുക്ക് നാളെ രാവിലെ 3 മണിക്ക് ഇവിടുത്തെ ഗാർഡ്സ് ഒക്കെ ഉറങ്ങുന്ന നേരത്തെ സിംഹാസനം വന്ന് കൊണ്ടുപോവാം. എന്നാൽ നമുക്ക് 1 മണിക്ക് തന്നെ വന്ന് സിംഹാസനം എടുത്തുകൊണ്ട് പോവാം. ഞാൻ 3 മണിന്ന് പറഞ്ഞത് മനഃപൂർവ്വം തന്നെ. ട്രെയിൻ ടൈഗർ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ എന്തായാലും 3 മണിക്ക് മുൻപ് തന്നെ വന്ന് സിംഹാസനം എടുക്കാൻ ശ്രമിക്കും. പക്ഷെ അത് കൊണ്ടുപോകാൻ സാധിക്കില്ല. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് സുഖമായിട്ട് സിംഹാസനം കൊണ്ട് പോകാം. മാവാ, ഗാർഡ്സൊക്കെ വേറെ വഴിക്ക് പോയി. ഇനി നമുക്ക് സിംഹാസനം കൊണ്ടുപോകാം. ഇനി സിംഹാസനം എങ്ങനെ എടുക്കും? ഇവിടെ ഒരു സൂചനയും കാണുന്നില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടാവും. ലിവറോ ഹാൻഡിലോ ബട്ടണോ എല്ലാ ഭാഗത്തും നോക്ക്. ശില്പം മൊത്തം മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ്. പക്ഷെ ഈ വടി സ്വർണം കൊണ്ടുണ്ടാക്കിയത്. അത് താഴെ തറയിൽ 2 ബോൾട്ടൊക്കെ ഇട്ടിട്ട് വെച്ചിരിക്കുന്നു. അതെന്തിനായിരിക്കും?